ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മേഘ ബിബിൻ, എൻ്റെ ഹസ്ബൻഡ് പേര് ബിബിൻ, എൻ്റെ കുഞ്ഞിൻ്റെ പേര് ആബേൽ ബിബിൻ. ഞാൻ ഈശോ നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് 6 വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. 6 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഈ 6 വർഷത്തിനുള്ളിൽ എനിക്കൊരു അബോർഷനും ഒരു എക്ടോപ്പി പ്രഗ്നൻസി ഉണ്ടായി. ഈ എക്ടോപ്പി പ്രഗ്നൻസിയിൽ എൻ്റെ ഒരു ലെഫ്റ്റ് ഫെലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്തു. ആ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. പക്ഷേ ഈശോയിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഈശോ എന്തായാലും തരുമെന്ന്. എക്ടോപ്പി പ്രഗ്നൻസി ആ സമയത്ത് എക്ടോപ്പി പ്രഗ്നൻസി ആവുന്ന ടൈമിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു. ഞങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. ഞങ്ങൾ വിശ്വാസത്തോടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 15/6/2023 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഒരു 20 ഡേയ്സ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ തോന്നി. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. 2024 ഫെബ്രുവരി 8 എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. നോർമൽ ഡെലിവറി ആയിരുന്നു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുകൂടാതെ കുഞ്ഞിന് 1 മാസമായപ്പം അംബ്ലിക്കൽ ഹെർണിയ ഉണ്ടായി. അംബ്ലിക്കൽ ഹെർണിയ ആയപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടി ഒരു പൊന്തി വരുന്നൊരവസ്ഥയാണത്. കുഞ്ഞ് കിടക്കുമ്പം ഇങ്ങനെ പുക്കിൾക്കൊടി ഇങ്ങനെ പൊന്തി കിടക്കുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞങ്ങൾ ഓൾറെഡി ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം തൊട്ട് കുഞ്ഞിൻ്റെ പുക്കിളിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ഒരു 3 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കുഞ്ഞിനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ പുക്കിൾക്കൂടി പൊന്തിയിരുന്ന അവസ്ഥയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഇതിനു വേണ്ടി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തത് പിന്നെ കൃപാസന പത്രം പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്തും രോഗികളെ സന്ദർശിച്ചു. ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇഞ്ചക്ഷൻ വെക്കാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരുമ്പം ഒരു പ്രതിഫലവും കൂടാതെ സന്തോഷത്തോടെ ചെയ്തു കൊടുത്തു. എളുപ്പപ്പെട്ട് പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുകൊണ്ടു. ഇതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. എൻ്റെ വലിയൊരു കുറവിനെ നികത്തി ഈശോയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. മേഘ ത്രേസ്യാമ്മ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അവരിവിടെ ഏറ്റുപറഞ്ഞത്. ശാശ്വതമായ ഉടമ്പടി ദൈവം നമ്മോട് ചെയ്യുമ്പോൾ അവിടുന്ന് നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് കൃത്യമായി അവിടുന്ന് വാഗ്ദാനങ്ങൾ പാലിച്ചിരിക്കും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമ്മൾ ഏത് കാര്യം വളരെ പ്രതിസന്ധിയുള്ള ഏതൊരു കാര്യവും അമ്മയെ ഏൽപ്പിച്ചാൽ അമ്മ നമുക്കതിന് ഉത്തരം നൽകുമെന്നാണ് മേഘ ഇവിടെ ഏറ്റുപറയുന്നത്. 6 വർഷക്കാലത്തെ വലിയ പ്രാർത്ഥനയ്ക്കും പ്രയത്നത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അതിൻ്റെ സന്തോഷം അറിയിക്കുകയും പരിശുദ്ധ അമ്മയിലൂടെ നാം മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നമുക്ക് പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരം എന്നോണം നൽകുമെന്ന് ഉടമ്പടി ജീവിതത്തിലൂടെ മേഘയ്ക്ക് മനസ്സിലായതിനെക്കുറിച്ചാണ് ഈ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് ശേഷം അവൻ്റെ അംബ്ലിക്കൽ ഹെർണിയ ഉണ്ടായ സമയത്തും അവർ മറ്റ് മരുന്നുകളിലേക്കൊന്നും പോകാതെ മരുന്നുകളേക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മയുടെ തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞിന് സൗഖ്യം ലഭിച്ചത് എന്നും ഇവിടെ പറയുകയാണ്. അവരുടെ കുടുംബ സന്തോഷം അവർക്ക് തിരിച്ചു കിട്ടുകയും അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ അവർക്ക് വലിയ ആത്മീയ സന്തോഷം അനുഭവിക്കാനുള്ള കൃപ നൽകിയെന്നാണ് അവർ പറയുന്നത്. അവർ വളരെ കൃത്യമായി ഉടമ്പടി പാലിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നത് മൂലം ഈശോയെ സന്തോഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ശുശ്രൂഷിച്ച് പരിശുദ്ധ അമ്മ എലീശോയെ ശുശ്രൂഷിച്ചതുപോലുള്ള ഒരു വലിയ ജീവിതാനുഭവത്തിലേക്ക് കുടുംബത്തിനെ കടന്നു ചെല്ലുവാനും അവരുടെ ആത്മീയ ജീവിതത്തെ പരിപക്വമാക്കുവാനും സാധിച്ചു എന്നാണ് മേഘ അവിടെ പറയുന്നത്. ഒരു തവണ ഈശോ തൊട്ടവരാരും തന്നെ ഈശോയിൽ നിന്ന് അകന്നു പോവുകയില്ല. മേഘയ്ക്ക് ഏറ്റുപറയാനുള്ളതും ജീവിക്കാനുള്ളതും മാത്രമാണ്. ഇനിയൊരിക്കലും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് അവർ അകന്നു പോവുകയില്ല. കാരണം ഏതൊരു പ്രതിസന്ധി വന്നാലും
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അവിടുത്തെ അമ്മയുടെ നീലാങ്കിക്കുള്ളിൽ അവരെപ്പോഴും പ്രൊട്ടക്റ്റീവ് ആയിരിക്കുമെന്നുള്ള വലിയ ഉറപ്പ് അവർക്കുണ്ട്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മേഘയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് കുഞ്ഞിനെ ലഭിച്ചതിനും അതോടൊപ്പം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.